കപ്പൽ ജോലിക്കിടെ കപ്പൽ ജീവനക്കാരൻ്റെ ചെറുവിരൽ ചെറിയ അപകടം പറ്റിയിട്ട് ഒരു പീസ് പോയ സങ്കടമായിട്ടുള്ളൊരു കാഴ്ചയാണ് നിങ്ങളൊന്ന് കാണുന്നത്. എൻ്റെ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഉൾക്കടലിൽ പണിയെടുക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കപ്പലിൽ നിന്ന് പറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എങ്ങനെയാണ് ഹോസ്പിറ്റലിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത്. അപ്പോൾ നമ്മളെ കൂട്ടുകാർക്ക് അറിയാൻ വേണ്ടി പറയുകയാണ്. അതായത് കപ്പലിൽ എന്തെങ്കിലുമൊക്കെ ഉൾക്കടലിൽ സംഭവിച്ചാൽ മേജർ അല്ലാത്ത ഇഷ്യൂകൾ, അതായത് ഓൾമോസ്റ്റ് നമുക്കൊരു പരിധിയുണ്ട്, ആ പരിധിയിൽ ഒതുങ്ങുന്ന ഇഷ്യൂകളൊക്കെ നമുക്ക് കപ്പലിനകത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ ഇട്ടിട്ടാണ് നമ്മൾ പരിചരിക്കുക. എന്തായാലും നമുക്ക് കപ്പലിൻ്റെ ഹോസ്പിറ്റലിൻ്റെ ഫെസിലിറ്റി ഒന്ന് കയറി കാണാം. കപ്പലിലെ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ വലിയ ബിൽഡിംഗ് പോലുള്ള ഹോസ്പിറ്റലൊന്നുമല്ല. അതായത് നമുക്ക് ഉൾക്കടലിൽ നിന്നും എന്തെങ്കിലും അപകടങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ അടുത്ത പോർട്ടിൽ ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ അതിജീവിക്കാനുള്ള ഒരു ഫെസിലിറ്റി എന്ന് മാത്രമാണ് നമ്മളെ കപ്പലിലെ ഹോസ്പിറ്റൽ ഉദ്ദേശിക്കുന്നത്. എന്നാൽ അത്യാവശ്യത്തിന് വേണ്ട എല്ലാ മരുന്നും ഫെസിലിറ്റീസും നമ്മളെ കപ്പലിൽ തന്നെ ഉണ്ട്. ഓക്സിജൻ സിലിണ്ടർ, ഗ്ലൂക്കോസുകൾ, ടാബ്ലറ്റ്സ്, ഇഞ്ചെക്ഷൻസ്, അങ്ങനെ ഒരു വിധം ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും നമ്മളെ കപ്പലിൽ തന്നെ ഉണ്ട്. ഈ ബെഡിലാണ് നമ്മളെ പേഷ്യൻ്റ് കിടക്കുക. ബാക്കി ഇതിൻ്റെ ഫെസിലിറ്റീസൊക്കെ ജസ്റ്റ് ഞാൻ ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചു തരാം. കാരണം ഇതിൻ്റെ റിനോവേഷൻ്റെ ഭാഗമായിട്ട് വർക്ക് നടന്നുകൊണ്ടൊക്കെയാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാതെ ഗ്ലൂക്കോസ് അതുപോലുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ താഴത്താണ് നമ്മളെ ഇഞ്ചക്ഷന്, ടാബ്ലറ്റ്സ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്, കപ്പലിലപ്പോൾ ഡോക്ടറും നേഴ്സൊക്കെ ഉണ്ടോ എന്നുള്ളത്. കപ്പലിലുള്ള നേഴ്സും ഡോക്ടറും ഒക്കെ നമ്മുടെ കപ്പലിലെ ഓഫീസർമാരാണ്. നോർമലി കപ്പലിലെ മെഡിസിനും ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് സെക്കൻഡ് ഓഫീസറാണ്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റൊരു കൂട്ടുകാരന് കയ്യിൽ ചെറിയൊരു മുറിവ് വന്നപ്പോൾ നമ്മൾ സെക്കൻഡ് ഓഫീസർ അവന് മരുന്നും കാര്യങ്ങളൊക്കെ വെച്ച് ഡ്രസ്സ് ചെയ്യുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. മറ്റൊരു കൂട്ടുകാരൻ എന്നോട് ചോദിക്കുകയുണ്ടായി, നിങ്ങൾ ഉൾക്കടലിലിരിക്കെ നിങ്ങൾക്ക് ഒരു കാരണവശാലും കരയിൽ എത്തിപ്പെടാൻ ഒരു ഫെസിലിറ്റിയും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ പെട്ടെന്നൊരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു, നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾക്ക് കപ്പലിലെ ഹോസ്പിറ്റലിൽ കൊടുക്കാൻ പറ്റാവുന്ന മാക്സിമം ഫസ്റ്റ് എയ്ഡ് നമ്മൾ കൊടുക്കും. അതിലുപരി പുള്ളിക്കാരൻ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് പുള്ളിയുടെ വിധി എന്ന് കൂട്ടില്ലാതെ വേറെ നിവൃത്തിയില്ല. അതിനിടക്ക് ജീവൻ ഒടുങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതും നമ്മൾ സഹിച്ചേ മതിയാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കപ്പലിലെ ജീവിതങ്ങളൊക്കെ. പിന്നെ അടുത്ത പോർട്ടെത്തുമ്പോൾ അത് നമുക്ക് എന്താ വേണ്ട അതിൻ്റെ ഫെസിലിറ്റി എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നതാണ്. എന്തായാലും നമ്മുടെ കപ്പലിലെ ജീവിതമൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ ചെയ്ത് മറക്കാതെ സപ്പോർട്ട് ചെയ്യുക. ഏറെക്കുറെ ഇറ്റ്സ് മീ റാഷിഖ് ദ സെയിലർ. ബൈ ബൈ.